ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് G8 ഓണം സെലിബ്രേഷനാണ്. അപ്പം നമുക്ക് ഓണം സെലിബ്രേഷന് റെഡി ആവാം. എനിക്കിനി മുല്ലപ്പൂ മേടിച്ചിട്ടുണ്ട്. ഇത് തമിഴ്നാട് സ്റ്റൈലിൽ പോകാൻ കേട്ടോ. കണ്ടോ, പച്ച കളർ നൂല് വെച്ച് കിട്ടിയേക്കണത്. പിന്നെ എൻ്റെ കോസ്റ്റ്യൂം വന്നിട്ട് ഇത് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതാണ് ഞാൻ. ഓക്കെ, നമുക്ക് റെഡി ആവാം. നമ്മുടെ സ്വന്തം പൊട്ട്. ഇനി നമ്മൾക്ക് പൊട്ട് തൊടാം. പശുപ്പൊട്ട്. ഓക്കെ, ഇനി കട്ട് ചെയ്താം. മില കണ്ണ് നമുക്ക് വാലിടാം. എങ്ങനെ വാലിടാം? നമ്മൾ വാലിട്ട് കണ്ണെഴുതി കുറച്ച് ബ്ലഷ് ഇട്ടെടുക്കും. നമുക്കിതൊന്നും ഇടാൻ അറിയില്ല, പക്ഷെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൊടുക്കും. അതാണ് നമ്മളുടെ മിനുസം വന്നു. പിന്നെ നമ്മുടെ കൂന്തൽ അടിക്കും. നമ്മൾക്ക് കുറേ കൂന്തലുള്ളതുകൊണ്ട് പെട്ടെന്ന് മുടിയൊക്കെ കെട്ടിയെടുക്കും. തലയൊക്കെ നമ്മൾ ഇന്നലെ കുളിച്ച് വെച്ചു. മുടിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഇന്ന് ഇടാൻ പോകുന്ന കമ്മൽ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്ത കമ്മലാണ്. ഇതിൻ്റെ അടിയിലെ കൂട് ഞാൻ കളഞ്ഞു, കാരണം അത് ഭയങ്കര ഹെവി ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് അതിൻ്റെ കൂട് കളഞ്ഞു. എങ്ങനെയുണ്ട് നമ്മുടെ മീഷോയിലെ കമ്മല? സൂപ്പർ. ഇത് നല്ല ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഫേസ് സ്കാൻ ഇടാം, നല്ല ലോങ് ലാസ്റ്റിംഗ്. നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ കോസ്റ്റ്യൂം. മുടി എങ്ങനെ കിട്ടും, മുല്ലപ്പൂ എങ്ങനെ കിട്ടും, അതാണ് നമ്മുടെ അടുത്ത ടാസ്ക്. നമുക്ക് ആലോചിക്കാം. ഇനി ഒരു സെറ്റിംഗ് സ്പ്രേ കൊണ്ട് അടിക്കണം, അല്ലെങ്കിൽ പരിപാടിയൊക്കെ കഴിയുമ്പോഴത്തേനും ആകെ വേർക്ക് കൊലം. പ്രത്യേകിച്ച് ഓണം സെലിബ്രേഷൻ. അപ്പോൾ ഓക്കെ, നമുക്ക് മുടിയിട്ട് നമ്മളിങ്ങനെ കെട്ടിയിട്ടുണ്ട്. കുളിപ്പിൻ്റെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മുല്ലപ്പൂ ഇത് ജസ്റ്റ് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യാം. അപ്പോൾ ഒരു കട്ടൊക്കെ കിട്ടിയൊരു ഫീൽ കിട്ടും. കണ്ടോ, ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. പണ്ടൊക്കെ നമ്മൾ എന്തോരം ഇങ്ങനെയുണ്ട്, ഭംഗിയുണ്ടോ? ഇങ്ങനെ വെക്കാം. നമ്മളുടെ വള കല്യാണത്തിൻ്റെ വളയാണ് കേട്ടോ. ഇതാകുമ്പോൾ ഇതിന് കോൺട്രാസ്റ്റ് ആയിരിക്കും. ഒരു കയ്യിൽ വള ഇട്ടാം. ഈ മാല എങ്ങനെയുണ്ട്? ഇത് എൻ്റെ വെഡ്ഡിങ്ങിൻ്റെ മാല. ഒരാൾ എനിക്ക് ഈ മാല ഇടിച്ചു തരും. ഓ മൈ ഗോഡ്, ഞാൻ എന്തായാലും സ്വർണ്ണ കടയുടെ പരസ്യത്തിന് അഭിനയിക്കാൻ പോകണം. ഒന്ന് പോകും. എൻ്റെ മുണ്ടി ചീത്താവും. കണ്ടോ, ഗോൾഡ് പോലത്തെ മലകൾ. ഇത് ഫുള്ള് നമ്മൾ മേടിച്ചതാ ഉർവശിന്ന്. ബട്ട് ഇറ്റ്സ് ഗുഡ്. ഇതെൻ്റെ ഫേവറേറ്റാ. മൂക്കുത്തി വെച്ചത് ഇങ്ങനെ വെച്ചിട്ട് കണ്ടു. നമ്മൾ മുടി ഇങ്ങനെ അയച്ചിട്ടു. എന്നിട്ട് നമുക്ക് ഇങ്ങനെ വയ്ക്കാം. ഓക്കെ, ഇങ്ങനെയുണ്ട്. മതിയാ? നമുക്ക് കുറച്ച് ചന്ദനം കേട്ടോ. ഇത് സിന്ദൂരം. നമ്മളിറങ്ങി, ബാഗുണ്ട്, വണ്ടിക്ക് പോകുന്നു. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒറ്റപ്പാലത്താണ് G8 വരുന്നത്.
അങ്ങനെ മേലോട്ടൊക്കെ കയറി. ഇപ്പം മേലെ ചെന്നപ്പോൾ പിള്ളേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇവളുടെ പേര് രശ്മി എന്നാണ്. അപ്പോൾ ആളെ കയ്യിൽ നിറച്ച് പൂവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തലയിൽ വെച്ച് കൊടുക്കാൻ പറഞ്ഞിട്ട് നിൽക്കിയിരുന്നു അവിടെ. വെച്ച എത്ര എണ്ണം വെക്കുപ്പാ ഈ തലയിൽ? ഈശ്വരോ, നമ്മൾ ഇങ്ങനെ പോയിച്ചു വട്ടത്തിൽ. നമ്മുടെ ഓണപ്പരിപാടി തുടങ്ങാറായി. വീട്ടിലായിരുന്നു ഓണം സെലിബ്രേഷൻ. ഞാനിവിടെ ഫാഷൻ ഡിസൈനിങ് ആണ് പഠിക്കുന്നത്. ഇവിടെ പ്രോഗ്രാമൊക്കെ അറേഞ്ച് ചെയ്ത് ഇരുന്നത് ബ്യൂട്ടീഷ്യൻ ക്ലാസ്സിലായിരുന്നു. അപ്പോൾ ബ്യൂട്ടീഷ്യൻ ക്ലാസ്സിൽ പിള്ളേരൊക്കെ നിറയെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോഴത്തേനും പ്രോഗ്രാം തുടങ്ങാറായി. ഇത് കഴിഞ്ഞിട്ട് കുറേ പ്രോഗ്രാംസ് ഉണ്ട്, അതൊക്കെ ഞാനിതിലിട്ടിട്ടുണ്ട്. ഓരോ ക്ലാസ്സുകൾ തമ്മിലായിരുന്നു പ്രോഗ്രാം ഉണ്ടായിരുന്നത്. അപ്പോൾ അത് നമുക്ക് കാണാം. പാട്ട് വെച്ച് തന്നാൽ ഞങ്ങൾക്കൊന്ന് എന്തെങ്കിലും ചെയ്യാമായിരുന്നു. ഹിന്ദി പാട്ട് മതി. എന്താ പേര്? കേട്ടു പറ്റി. ലാംഗ്വേജ് എന്തായാലും എനിക്ക് പ്രശ്നമല്ല. ഞങ്ങളുടെ പ്രോഗ്രാം സോങ് ഒന്ന് വെച്ചുതരാം. പിന്നെന്താ?
അങ്ങനെ കുറേ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അതിന് ശേഷം എല്ലാ കുട്ടികളും കൂടെ ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ പോയി. വീഡിയോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുറേ ഉണ്ടാക്കണം വീട്ടിൽ. പച്ചടി പക്ഷെ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാം നക്കി തിന്നുക നക്കി. മുല്ലപ്പൊക്കെ പോയിട്ടോ കുറച്ച് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇറങ്ങാൻ നേരത്ത് നല്ല മഴയായിരുന്നു. അപ്പോൾ നമ്മളൊന്നും കൂടെ വെയിറ്റ് ചെയ്ത് മഴ പോകാനായിട്ട്. അപ്പോൾ ആ നേരം കൊണ്ട് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.